കുട്ടികളെ കാണുന്ന അമിത തൂക്കം പിന്നീട് അവരുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാൻ കാരണമാകുമെന്ന് ചോദിക്കാറുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. 14 വയസ്സിന് മുമ്പ് തന്നെ അമിതമായിട്ടുള്ള തൂക്കം ഉണ്ടാകുന്ന പിന്നീട് അവരുടെ ഗർഭധാരണത്തെ അഫക്റ്റ് ചെയ്യാം. കാരണം കൊഴുപ്പിന്ന് സ്ത്രീ ഹോർമോൺ വരും, അത് തലച്ചോറ് ഓറിയനുള്ള ആക്സസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അമിത തൂക്കം എപ്പോഴും പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും. കുഞ്ഞുങ്ങളിൽ തന്നെ അത് വന്നാലും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആൺകുട്ടികൾക്കും അത് നല്ലതല്ല. അവിടെയുള്ള ഫാറ്റ് ഫോൾഡ് ഇങ്ങനെ മടങ്ങിക്കിടക്കുമ്പം അവിടെയുള്ള വൃഷ്ണത്തിലുള്ള താപനില ഉയരുകയും ബീജോത്പാദനത്തെ ബാധിക്കുകയും ചെയ്യാം. അമിത തൂക്കം ചൈൽഡ്ഹുഡിൽ വന്നാൽ തന്നെ ക്രമേണ അവർക്ക് പിന്നീട് ഇൻഫെർട്ടിലിറ്റിക്കുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന് അമിത ഉത്കണ്ഠാകുലരാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് വേണം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പാസ് ചെയ്യണം. അതുകൊണ്ട് അവർ കളിക്കാൻ അവരെ വിടത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറാണ് അവർക്ക് പ്രധാനം. അപ്പോൾ ഫ്യൂച്ചറിന് ഇത് ഭയങ്കര പ്രാധാന്യമുള്ളതെന്നുള്ളൊരു ബോധം നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിൽ വരണം. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളല്ലേ. അതുപോലെ തന്നെ അമിത തൂക്കമുള്ളവർക്ക് അവരുടെ ആ ഒരു പ്രതിച്ഛായ കുറയാൻ സാധ്യതയുണ്ട്. അവർക്ക് മാനസിക രോഗങ്ങൾക്ക് പിന്നീട് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അവരെ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറാൻ സാധ്യതകൾ കൂടുതലായിട്ടുണ്ട്. പാമോയിൽ ബേബി അങ്ങനെയൊക്കെയുള്ള ഓരോ നിക് നെയിംസ് വരുമ്പോൾ അത് കുഞ്ഞുങ്ങളെ ഒത്തിരി മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ പേരൻസ് അവരെ ഓവർഫീഡ് ചെയ്യുമ്പോൾ പിന്നീട് അത് അവരെ അഫക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.